പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ഡീലുള്ളതിന് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? BJP ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന മട്ടിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം കോൺഗ്രസിനെ തോൽപ്പിക്കാനായിരിക്കും. നേമത്തും വട്ടിയൂർക്കാവിലും ഈ രണ്ട് മുന്നണികൾക്കും ഇപ്പോൾ ഇത്തവണ ഈ ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ഇത്തവണത്തെ ഒരു പ്രത്യേകത 2020 എന്ന പുതിയൊരു പാർട്ടി കൂടി ഈ സഖ്യത്തിലേക്ക് വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ BJP ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. ഇക്കുറി കോൺഗ്രസ് ആണ് CPM LDF BJP ബന്ധത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് സഹായകരമാം വിധത്തിൽ ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആക്ഷേപമെങ്കിൽ പിന്നെ തുടർച്ചയായി മറ്റു പല മണ്ഡലങ്ങളിലും LDF BJP ധാരണയുണ്ട് അല്ലെങ്കിൽ ഡീലുണ്ട് എന്നുള്ള മട്ടിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഉന്നയിക്കുന്നു. മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോലീബി ആരോപണങ്ങൾ, കോലീബി ബന്ധമുണ്ടായ ബേപ്പൂർ, വടകര മോഡലൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേമത്ത് BJP ജയിക്കാനിടയായ സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ CPIM ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബഷീർ ആദ്യം പാലക്കാടാണ് പറഞ്ഞത്, പിന്നീട് മറ്റ് പല മണ്ഡലങ്ങൾ, റാന്നി, കോന്നി, അതുപോലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ, ഇങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ ഈ ഡീലുണ്ട് എന്നുള്ള ആക്ഷേപം, 10 മണ്ഡലങ്ങളിലെങ്കിലും ഈ ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ഡീലുള്ളതിന് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഡീലുള്ളതായി തോന്നുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കും എടുത്താൽ ഏതാണ്ട് 30-ലധികം മണ്ഡലങ്ങളിൽ, 33ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് ജനവിധിയെ വളരെ ചെറിയ തീരുമാനങ്ങൾ കൊണ്ട് സ്വാധീനിക്കാവുന്ന അത്രയും വോട്ടുണ്ട് എന്ന സവിശേഷമായൊരു സാഹചര്യമുണ്ട്. 30,000-ന് മേലെ വോട്ട്. ഇതിൽ പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനിടയിലുണ്ടായ വ്യത്യാസം വളരെ വലുതാണ്. ചില മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് വളരെ താഴേക്ക് പോയിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിൽ വളരെ വലിയ തോതിൽ BJP വോട്ട് ഉയർന്നിട്ടുണ്ട്. BJPയുടെ വോട്ട് ഷെയറിൻ്റെ കാര്യമെടുത്താലും 2011 മുതൽ ഇങ്ങോട്ടെടുത്താൽ വളരെ വലിയ തോതിലുള്ള വ്യത്യാസം 16-ലുണ്ടായി, പക്ഷേ പുറകോട്ട് പോയി. അങ്ങനെ ആ പല ഫ്ലക്ച്വേഷൻ അവിടെ ഉണ്ട്. അതിനിടയ്ക്ക് BDJS വരികയും അതിൻ്റെ ഒരു സ്വാധീനം കുറയുകയും ചെയ്തു എന്ന സാഹചര്യമുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത 2020 എന്ന പുതിയൊരു പാർട്ടി കൂടി ഈ സഖ്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. 2020ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ നിർത്തപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു മത്സരത്തിന് സന്നദ്ധരല്ലാത്ത തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തപ്പെട്ടിരിക്കുന്നു. അവിടങ്ങളിലെ വോട്ടിനെ ചൊല്ലി അല്ലെങ്കിൽ അവിടങ്ങളുടെ വോട്ടിനെ പ്രതി മറ്റ് മണ്ഡലങ്ങളിൽ ഡീലുണ്ടാകാം എന്ന ആക്ഷേപമാണ് ഈ ഒരു ആരോപണത്തിന് പിന്നിൽ എന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് പറയാവുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇപ്പോൾ പാലക്കാട്ടിൻ്റെ കാര്യത്തിൽ പാലക്കാട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു രാഷ്ട്രീയ മത്സരം, വലിയ തോതിലുള്ള രാഷ്ട്രീയ മത്സരമാണ് പാലക്കാട്ട് നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം ആ വിധത്തിലുള്ള രാഷ്ട്രീയ മത്സരമാണ് പാലക്കാട്ടുണ്ടായത്. അതിൽ കോൺഗ്രസ്സാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ കോൺഗ്രസ് തന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ആ തരത്തിലൊരു രാഷ്ട്രീയ മത്സരത്തിന് വേണ്ടിയല്ല. അഥവാ തോറ്റാൽ ആ തോൽവിയുടെ ബ്ലെയിം കോൺഗ്രസ് പാർട്ടിയിലേക്ക് നേരിട്ട് വരാത്ത വിധത്തിലുള്ള, കോൺഗ്രസ്സുകാരൻ തന്നെയാണ് രമേശ് പിഷാരടി, പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാവുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസ് തന്നെ നടത്തിയത്. എന്നാൽ LDFൻ്റെ സ്ഥാനാർത്ഥി ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്തൊരു സ്ഥാനാർത്ഥിയാണ്. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ, എന്നാൽ ഇടതുപക്ഷത്തോട് മുസ്ലിം സമൂഹം അങ്ങനെ വിജയം നൽകിയിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ മുസ്ലിം രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ചില പണക്കാരെ രംഗത്തിറക്കുക എന്നൊരു രീതി CPM എല്ലാ കാലത്തും പല ഘട്ടങ്ങളിൽ പല മണ്ഡലങ്ങളിലും ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു പരീക്ഷണമായി പാലക്കാട്ട് അതിനെ കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് നേരെയാണ് ഈ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. അതായത് BJPക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കാനാണ് പ്രബലനല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്ന്. ഇത് പക്ഷേ പാലക്കാട് മാത്രമേ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാൻ കഴിയൂ. പക്ഷേ മറ്റ് മണ്ഡലങ്ങളിലും ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. 2020യുടെ സ്ഥാനാർത്ഥികളുമായി ചേർത്ത് വെച്ചുകൊണ്ടും ഈ ആരോപണത്തെ മുന്നോട്ട് നീക്കാൻ കഴിയും. നമുക്കിതിൽ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി
അവരുമായി സഖ്യം BJPയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് UDF അല്ലെങ്കിൽ LDF എന്നതിന് ഫീൽഡിൽ നിന്നും തെളിവ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സാഹചര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി UDF പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാണ്. അപ്പോൾ BJP ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന മട്ടിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം കോൺഗ്രസിനെ തോൽപ്പിക്കാനായിരിക്കും. BJP വോട്ട് കൈമാറി തോൽപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിലുള്ള തീരുമാനം അങ്ങനെ എടുക്കാൻ BJPക്ക് കഴിയുമെങ്കിൽ, പക്ഷേ അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രത്യേകിച്ചും വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വോട്ട് ഷെയറിൽ വലിയ ഇടിവുണ്ടാവും. ഇത്തരത്തിൽ കോൺക്രീറ്റ് ആയൊരു ഡീല് പല മണ്ഡലങ്ങളിലും ഉണ്ടാക്കിയാൽ വോട്ട് ഷെയർ ഭയങ്കരമായി താഴേക്ക് പോകും. അങ്ങനെയൊന്ന് അഫോർഡ് ചെയ്യാൻ BJPക്ക് ഈ ഘട്ടത്തിൽ കഴിയുമോ എന്ന പ്രശ്നം അവിടെയുണ്ട്. എനിവേ BJPയെ സംബന്ധിച്ച് ആദ്യം തോൽക്കേണ്ടത് UDFും കോൺഗ്രസുമാണ് ഇത്തവണ. ഇത് നേരത്തെ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു നേരിട്ട് മത്സരിക്കുമ്പോൾ CPMനെ പരാജയപ്പെടുത്താനാണ്, അല്ലെങ്കിൽ CPMും BJPയും തമ്മിലാണ് ഒരു റൈവൽറി കൂടുതലുണ്ടായിരുന്നത്. ഇത്തവണ BJPയെ സംബന്ധിച്ച് കോൺഗ്രസ്സാണ് പരാജയപ്പെടേണ്ടത് എന്ന സാഹചര്യം ദേശീയ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡീലുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത അങ്ങോട്ടാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. അതിനപ്പുറത്ത് അതിന് തെളിവൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഫീൽഡിൽ നിന്ന് ലഭ്യമല്ല. ഇത് പറയുമ്പോഴേ ഇപ്പോൾ 2020യുടെ കാര്യം ബഷീർ സൂചിപ്പിച്ചത് അത് കൗതുകകരമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ റാന്നി 2020ആണ് മത്സരിക്കുന്നത്, അതുപോലെ ഏറ്റുമാനൂർ 2020ആണ് മത്സരിക്കുന്നത്, തൃപ്പൂണിത്തുറ 2020ആണ് മത്സരിക്കുന്നത്, കൊടുങ്ങല്ലൂർ 2020ആണ് മത്സരിക്കുന്നത്. ഇതിലേറ്റവും അവസാനം പറഞ്ഞ 2 സ്ഥലങ്ങൾ തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും. തൃപ്പൂണിത്തുറ നഗരസഭ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും അവരോട് ഭരിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് പോലും അവിടെ BJPക്ക് സ്ഥാനാർത്ഥി മോഹികളായി ധാരാളം പേരുണ്ടായിരുന്നു എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് പോലും ആ സീറ്റ് BJP ഏറ്റെടുക്കാതെ 2020ക്ക് കൊടുക്കുന്നു. അത് 2020 ഒരു പുതിയ ഘടകകക്ഷിയായി വന്നുകൊണ്ട് അവർക്കൊരു പരിഗണന കൊടുക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞ ന്യായം കൊണ്ട് BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമല്ല സത്യം പറഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചത്. അതുപോലെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണ ഒരു സീറ്റിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് LDF അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റെണ്ണം അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും BJPക്ക് അവിടെ കാര്യമായ സ്വാധീനമുണ്ട്. അതങ്ങനെ ആയിരിക്കെ തന്നെ, ആ സ്വാധീനം ഉണ്ടായിരിക്കെ തന്നെ B. ഗോപാലകൃഷ്ണനെ പോലൊരു നേതാവ് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ച് ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയും ഗുരുവായൂർ സ്ഥാനാർത്ഥിയായ സമയത്ത് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കൊടുങ്ങല്ലൂർ മത്സരിക്കാനായിരുന്നു താല്പര്യം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വാക്കുകൾ ഇതല്ല, കൊടുങ്ങല്ലൂർ മത്സരിക്കാനായിരുന്നു താല്പര്യം, പക്ഷേ നിയോഗം ഗുരുവായൂർക്കായി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അവിടെയും 2020ആണ് മത്സരിക്കുന്നത്. 2020യെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സ്വാധീനമോ എന്തെങ്കിലും തരത്തിലുള്ള സംഘടനാ പ്രസൻസോ ഉള്ളൊരു സ്ഥലമല്ല കൊടുങ്ങല്ലൂർ. എന്നിട്ടും അത് 2020ക്ക് കൊടുക്കുന്നു. അതിനുള്ള ഏക സാധ്യത അവിടെ മത്സരിക്കുന്നത് 2020യുടെ പേരിൽ ഒരു ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലുള്ള ക്രിസ്ത്യൻ വോട്ട് അതിനെ സമാഹരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം ഒരുപക്ഷെ അവിടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ദോഷഫലം കൂടുതലായി അനുഭവിക്കേണ്ടി വരിക ഒരുപക്ഷെ UDF ആയിരിക്കും. മുഴുവനായും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മുഴുവൻ ക്രിസ്ത്യൻ വോട്ടും UDFൻ്റെതാണ് എന്ന് നമുക്ക് അസംഷനിലെത്താൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കൂടുതൽ ഭാരം ഏൽക്കേണ്ടി വരിക ഒരുപക്ഷെ UDF ആയിരിക്കും. ആ സിനാരിയോ അവിടെയുണ്ട്. അതുപോലെ ഏറ്റുമാനൂർ വേറൊരു എക്സാമ്പിളാണ്. അവിടെ 2020യെ മത്സരിപ്പിക്കുന്നു. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് BDJS മത്സരിച്ചപ്പോൾ വലിയ തോതിൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ് ഏറ്റുമാനൂർ. അങ്ങനെ വോട്ട് കിട്ടിയപ്പോൾ അവിടെ വോട്ട് കുറഞ്ഞത് സത്യം പറഞ്ഞാൽ UDFൻ്റെ വോട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഏറ്റുമാനൂരിൽ 2020 എന്ന 2020യുടെ ഒരു സ്ഥാനാർത്ഥിയെ താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അന്ന് UDFന് നഷ്ടമായ വോട്ടുകൾ തിരിച്ച് UDFിലേക്ക് വരണം. അങ്ങനെയാണ് സ്വാഭാവികമായി സംഭവിക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു ജനറൽ പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല പല മണ്ഡലങ്ങളിലും. ഇപ്പോൾ റാന്നിയിൽ 2020ആണ് മത്സരിക്കുന്നത്. റാന്നിയിലെ കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ടുകൾ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകളിൽ വിള്ളലുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം LDFന് മാത്രമായിരിക്കില്ലല്ലോ, അതിൻ്റെ ഗുണഫലങ്ങളിൽ ഒന്ന് UDF ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെയും നമുക്കത് പറയാൻ പറ്റില്ല. അതിലും ക്ലിയറിംഗ് എനിക്ക് തോന്നിയത് കോന്നി മണ്ഡലത്തെക്കുറിച്ചാണ്. 2021 K. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുന്നു. കോന്നിയിൽ അദ്ദേഹം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. പക്ഷേ ആ കോന്നി സീറ്റ് ഇത്തവണ BDJSനാണ് BJP കൊടുത്തിരിക്കുന്നത്. കോന്നി അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അവർ കണക്കാക്കിയിരുന്നൊരു സ്ഥലമാണ്. അത് ഇത്തവണ BDJSന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള എന്താ പറയുക സീറ്റ് വിഭജനം NDA മുന്നണിയിലുണ്ട്. വോട്ട് കുറഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ വോട്ട് കുറഞ്ഞാൽ
BJPയുടെ മേലെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലാത്ത വിധത്തിലുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം. ഈ തൃപ്പൂണിത്തുറയുടെ കാര്യം, തൃപ്പൂണിത്തുറ എ ക്ലാസ് മണ്ഡലമോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി അവർ കരുതിയതാണ്. യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ കണക്കനുസരിച്ച് അങ്ങനെ ഒരു വളർച്ച അവിടെ ഉണ്ടായിട്ടില്ല. 25ഓളം മുനിസിപ്പൽ വാർഡുകളിലുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച കൂട്ടത്തിൽ തൃപ്പൂണിത്തുറയിലും അവർക്ക് വളർച്ചയുണ്ടായി എന്നതായിരുന്നു ആ കമ്പാരിസൻ്റെ സവിശേഷത. പക്ഷേ മുനിസിപ്പാലിറ്റിക്ക് പുറത്തുള്ള പഞ്ചായത്തുകളിലൊന്നും BJPക്ക് ഒരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടായില്ല. ഒരു 30,000 35,000 കൂടിപ്പോയാൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 40,000 വോട്ട്. അതിനപ്പുറത്ത് BJPക്ക് ഒരു സാഹചര്യത്തിലും തൃപ്പൂണിത്തുറയിൽ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഏത് വലിയ 40,000 വോട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം. 30,000 വോട്ടാണ് അവരുടെ ശരാശരി പീക്ക് എന്ന് പറയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ അവർ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് തൃപ്പൂണിത്തുറ എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ വീതം വെച്ചപ്പോൾ അത് 2020ക്ക് പോകുന്നു. അവിടെ 2020 നിർത്തിയ സ്ഥാനാർത്ഥികളുടെ തന്നെ, അത് പൊതുവായി 2020 സ്ഥാനാർത്ഥികളുടെ തന്നെ പ്രത്യേകതയാകും. നമുക്കൊരു രാഷ്ട്രീയമായി ഇന്നയാളുടെ പരാജയം എന്ന് പറഞ്ഞ് അതിൻ്റെ ബ്ലെയിം ഫിക്സ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. അപ്പോൾ അവിടെ ഒരു വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് കരുതുക. തൃപ്പൂണിത്തുറ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൻ്റെ കാര്യത്തിൽ, കൊടുങ്ങല്ലൂർ വേറൊരു പ്രത്യേകതയുണ്ട്. 2020യുടെ പേരിൽ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ട് ആണ് പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് ഈഴവ വോട്ടുണ്ട്, BJPക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള വോട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ വലിയ തോതിൽ അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം വിത്ഡ്രോ ചെയ്തു പോവുകയാണ്. ആ വോട്ട് വളരെ ഇൻഡയറക്റ്റായി LDFിലേക്ക് മാറി എന്ന് കരുതുക. ഇവർ ആരോപിക്കുന്ന പോലെ മാറിയാൽ അത് വിസിബിൾ ആക്കാത്ത വിധത്തിൽ മാനേജ് ചെയ്യാവുന്ന തരത്തിലാണ് അവിടെ കാൻഡിഡേറ്റ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഒരു ആരോപണം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരാം. ഒരു കാര്യം ഉറപ്പാണ്, BJPയെ സംബന്ധിച്ച് വോട്ട് ഷെയർ കുറയുകയാണെങ്കിൽ അതിൻ്റെ ബ്ലെയിം ഘടകകക്ഷികളിലേക്ക് പോകുന്ന വിധത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടപ്പാക്കിയിരിക്കുന്നതും ഈ ഘടകകക്ഷികൾക്കിടയിലെ വിഭജനവും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡീൽ, 10ഓളം മണ്ഡലങ്ങളിൽ ഡീൽ എന്നാണല്ലോ പറയുന്നത്, അങ്ങനെയുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല. BJPക്ക് ആ തരത്തിലുള്ള ഗ്രിപ്പ് വോട്ടിന്മേലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ വളർച്ച അവരുടെ വോട്ടിലുണ്ടായിട്ടുണ്ട്. ഡീൽ എന്ന് പറയുമ്പോഴേ ഞാൻ 10ഓളം മണ്ഡലങ്ങളിൽ ഡീൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണഫലം അപ്പുറത്തും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ BJPയും ഒരു ഗുണഫലം പ്രതീക്ഷിക്കണമല്ലോ. അങ്ങനെ ഒരു ഗുണഫലം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ജയിക്കാവുന്ന വിധത്തിൽ ഇപ്പുറത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം കൂടെ നടക്കണമല്ലോ. അവർക്ക് ജയിക്കാവുന്ന വിധത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏക മണ്ഡലം ഇപ്പോൾ പാലക്കാട് മാത്രമാണ്. പാലക്കാടിൻ്റെ കാര്യത്തിൽ പാലക്കാടും വേണമെങ്കിൽ തൃശ്ശൂരും അങ്ങനെ പറയാം. ഈ 2 മണ്ഡലങ്ങൾ മാത്രമാണ്. അതിൽ തൃശ്ശൂർ പക്ഷേ നമുക്ക് അത്രത്തോളം പറയാൻ സാധിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരു കാൻഡിഡേറ്റിനെ LDF നിർത്തുമ്പോൾ അതൊട്ടും ഗൗരവമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി സെലക്ഷനാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ പറ്റില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരാളെ മത്സരിപ്പിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അദ്ദേഹം ദീർഘകാലമായി ഇടത് സഹയാത്രികനാണ്, സാംസ്കാരിക നായകനാണ്. ആ നിലയ്ക്കുള്ള ഒരു പ്രാധാന്യം വേണമെങ്കിൽ നമുക്ക് പറയാം. തിരിച്ചുള്ള പ്രയോജനം പാലക്കാടാണെങ്കിൽ പാലക്കാട് ഈ 2 മുന്നണികളും രാഷ്ട്രീയ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ രമേഷ് പിഷാരടി ഒരിക്കലും കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ ഒരു ഹൈ പൊസിഷനിലുള്ളൊരു ലീഡറല്ല. പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിച്ച് നിലനിർത്തിക്കൊണ്ടിരുന്നൊരു മണ്ഡലം. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച് 18,000 ചില്ലറ വോട്ടിന് ജയിച്ചൊരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരു ലീഡർഷിപ്പിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിച്ച് ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. അതിൻ്റെ തുടർച്ചയിലാണ് NMR റസാഖ് എന്ന് പറയുന്ന വ്യവസായിയെ LDF സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലെയിം വരികയാണെങ്കിൽ അവിടെ രണ്ട് മുന്നണികൾക്കും ഒന്നാം സ്ഥാനത്തുള്ള കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വളരെ ശക്തമായ മത്സരത്തിലൂടെ ആ മണ്ഡലം പിടിച്ചെടുത്ത കോൺഗ്രസ് പാർട്ടിക്കാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. ആ മണ്ഡലം റിട്ടൈൻ ചെയ്യുക എന്ന ഉത്തരവാദിത്വം ആ പാർട്ടിക്കുള്ളതാണ്. പക്ഷേ അതിന് രാഷ്ട്രീയ മത്സരം പുട്ടപ്പെയ്യുന്നതിന് പകരം ഒരു സാംസ്കാരിക പ്രവർത്തകനെ അല്ലെങ്കിൽ സിനിമാ നടനെ കൊണ്ടുപോയി നിർത്തുമ്പോൾ അതിൻ്റെ വിജയസാധ്യത ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ ഫൈറ്റിനല്ല UDFും അവിടെ കളമൊരുക്കിയത് എന്ന പശ്ചാത്തലം നിലനിൽക്കുന്നു. അതെ, ഇന്നിപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഡീലാരോപണം ഉന്നയിക്കുന്ന 10 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു UDF വേണ്ടത്ര ശ്രദ്ധയില്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നൊരു മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലക്കും അത് അങ്ങനെ പറയാൻ കഴിയില്ല. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രത്തിലുടനീളം കുറച്ച് വോട്ട് എടുത്തു മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ BJPയുടെ വരവിനെ
LDF തടയുന്നത് എന്ന് ആ മേഖലയിലുള്ള ആളുകളെല്ലാം പറയുന്നു. കുറച്ച് ഒരു ഫിക്സഡ് വോട്ട് അപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് അത് ചെയ്യുന്നത് എന്ന്. ഇത്തവണ UDF തന്നെ സഹായിക്കുന്ന വിധത്തിലാണ് അവരുടെ LDF സ്ഥാനാർത്ഥി നിർണയം പോലും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ നിർണയം പോലും സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നത്. നിർണയത്തെ ചൊല്ലി CPM-നുള്ളിൽ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ആദ്യം അവിടെ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് മാറ്റി KR ജയാനന്ദയെ പോലൊരു കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിക്കുന്നത് BJP-യിലേക്ക് പോകാനിടയുള്ള ഹിന്ദു വോട്ടുകൾ അത് കുറച്ചെങ്കിലും തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളൊരു വിലയിരുത്തൽ അവിടെയുണ്ട്. അപ്പുറത്ത് മുസ്ലിം വോട്ട് മുഴുവനായും അപ്പുറത്തേക്ക് കിട്ടാനുള്ള സാഹചര്യം കൂടി ഒരുക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ലിസ്റ്റ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് എന്താ പറയുക, ലോജിക്കലായ ഒരു പട്ടികയായിട്ട് രൂപവൽക്കരിക്കാൻ പോലും തയ്യാറാകാതെയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അടുത്ത മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് ഡീലുണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കാസർഗോഡ് ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ കംഫർട്ടബിളായിട്ടുള്ള മാർജിനിൽ ജയിച്ചു വന്ന മണ്ഡലമാണ് കാസർഗോഡ്. ഇത്തവണ ആ കാസർഗോഡുകാരൻ തന്നെയായിട്ടുള്ളൊരു കാൻഡിഡേറ്റിനെയാണ് അവിടെ, കല്ലട്ര മായനാജിയാണ് അവിടെ മത്സരിപ്പിക്കുന്നത്. ഓപ്പോസിറ്റ് BJP അവർക്ക് മത്സരിപ്പിക്കാൻ കഴിയുന്ന കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെന്ന് വേണം. ML അശ്വിനി എന്ന് പറയുന്ന അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായിട്ട് വോട്ട് ശതമാനം വലിയ തോതിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ LDF-ൻ്റെ ഈ വോട്ട് മൊത്തം മറിച്ചു കൊടുത്താൽ മാത്രമേ അവിടെ BJP കാൻഡിഡേറ്റിന് ജയിക്കാൻ സാധിക്കുള്ളൂ. അത്രയും ഭൂരിപക്ഷം അവിടെ അപ്പുറത്തുണ്ട്. അപ്പോൾ അതൊരു ലോജിക്കലായിട്ടുള്ള ആക്ഷേപമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കുറെ കൂടെ ലോജിക്കലായി പഠിച്ചിട്ട് ഉന്നയിക്കുക എന്ന് പറയുന്നൊരു കാര്യം നിയമത്തിൻ്റെയും വട്ടിയൂർക്കാവിൻ്റെയും കാര്യത്തിലാണല്ലോ ഏറ്റവും വലിയ പ്രതീക്ഷ BJP പുലർത്തുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തിയ 2 മണ്ഡലങ്ങളേ ഉള്ളൂ, നേമവും വട്ടിയൂർക്കാവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെടുത്താൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ട്. നേമത്തും വട്ടിയൂർക്കാവിലും ഉണ്ടായിരുന്നു. അപ്പം ആ മണ്ഡലത്തിൽ പക്ഷേ കൃത്യമായ രാഷ്ട്രീയ മത്സരം ആണ് നടക്കുന്നത്. ഏതെങ്കിലും ഇപ്പോൾ LDF ആകട്ടെ UDF ആകട്ടെ, അവിടെ ഒരു വീക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം തണുപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം ഇരു കൂട്ടർക്കും പറയാൻ കഴിയില്ല. കോൺഗ്രസിന് നേരെ LDF-നും ഇതേ കാര്യം പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ വട്ടിയൂർക്കാവിൽ K മുരളീധരനാണ് വന്ന് മത്സരിക്കുന്നത്. നേമത്ത് KS ശബരിനാഥനെ പോലെ അരുവിക്കരയിൽ മുമ്പ് MLA ആയിരുന്ന G കാർത്തികേയൻ്റെ മകനായിട്ടുള്ള ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലറായി നിൽക്കുന്ന ഒരാളാണ് മത്സരിക്കുന്നത്. അത്യാവശ്യം യുവാക്കൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ശബരിനാഥൻ. അപ്പോൾ അതുകൊണ്ട് നേമത്തും വട്ടിയൂർക്കാവിലും ഈ 2 മുന്നണികൾക്കും ഇപ്പോൾ ഇത്തവണ ഈ ആക്ഷേപം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും തരത്തിൽ സാധ്യതയുള്ളത് പാലക്കാട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ തൃശ്ശൂർ മാത്രമാണ്. പക്ഷേ പാലക്കാടും തൃശ്ശൂരും പോലും അതിനടിസ്ഥാനമായ വിധത്തിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെ ജയിപ്പിക്കാൻ പാകത്തിൽ CPM അല്ലെങ്കിൽ LDF ഒരു ഡീലുണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത് ഉണ്ടാക്കാവുന്ന അപകടത്തെക്കുറിച്ച് നല്ല ബോധ്യം അവർക്കുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് NMR റസാഖ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ള മറുപടി അതൊരു ഭാഗ്യപരീക്ഷണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നേരത്തെ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞതാണ്. അതായത് LDF-ന് അവർക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ടുണ്ട് അവിടെ. ആ വോട്ടിൻ്റെ കൂടെ മുസ്ലിം മൈനോറിറ്റി വോട്ട് സമാഹരിക്കാൻ സാധിച്ചാൽ ഒരു വലിയ ത്രികോണ മത്സരത്തിൻ്റെ ഇടയിൽ ഒരുപക്ഷെ ഒരു സർപ്രൈസായിട്ട് ജയിച്ചു വരാൻ കഴിഞ്ഞേക്കാം എന്ന പ്രതീക്ഷയായിരിക്കും ഒരുപക്ഷെ അവർ പങ്കുവയ്ക്കുന്നുണ്ടാവുക. ഈ പ്രതീക്ഷ പോലും മത്സരം മുറുകുന്ന ഘട്ടം വരെ ഉണ്ടാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കാര്യങ്ങൾ കണക്ക് തെറ്റുന്നു എന്ന് തോന്നിയാൽ ഒരു പക്ഷേ ശ്രീധരനും ഷാഫി പറമ്പിലും മത്സരിച്ചപ്പോൾ അവസാനം വോട്ടെണ്ണിയ ഘട്ടത്തിലുണ്ടായ മാറ്റിമറിയലുകളുണ്ട്. അതുപോലുള്ളൊരു മാറ്റിമറിയൽ ഒരുപക്ഷെ പാലക്കാട് സാധ്യമാണ് എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം BJP-യുടെ ഒരു കടന്നുവരവിനെ, BJP-യുടെ ഒരു അക്കൗണ്ട് തുറക്കലിനെ ഈ 2 മുന്നണികളും, അത് LDF ആണെങ്കിൽ കൊള്ളാം, UDF ആണെങ്കിൽ കൊള്ളാം, അത്ര ലളിതമായോ അത്ര എന്താ പറയുക വളരെ നിസ്സാരമായോ കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ഡീലുകളൊന്നും യഥാർത്ഥത്തിലുള്ളതാവില്ല എന്നാണ് ഞാൻ. യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യക്ഷത്തിൽ ഡീലുണ്ടായത് UDF-ഉം BJP-യും തമ്മിലാണ്. എല്ലാവർക്കും അറിയാവുന്ന 91-ലെ കോലീബി സഖ്യം എന്ന് പറയാവുന്നത്. കോലീബി സഖ്യം അത് പ്രത്യക്ഷത്തിൽ തന്നെയായിരുന്നു. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും അത് നടപ്പായി. അത് പിൽക്കാലത്ത് അത് രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു. എന്നാൽ അല്ലാതെയുള്ള ഡീലുകൾ പല ഘട്ടങ്ങളിലായി പല ചെറിയ പ്രാദേശികമായ ഡീലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷി K കരുണാകരനായിരുന്നു. യഥാർത്ഥത്തിൽ RSS-മായി വളരെ രഹസ്യമായി സൂത്രത്തിൽ ചെറിയ മണ്ഡലങ്ങളിൽ വളരെ ചെറിയ ഷെയർ വോട്ട് വാങ്ങി ഒരു നിശ്ചിത സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക എന്ന തന്ത്രം ലീഡർ കരുണാകരൻ പല ഘട്ടങ്ങളിൽ ചെയ്തതായി അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്.
അതൊരു ലിസ്റ്റ് തയ്യാറാക്കലാണ്. നിശ്ചിത വോട്ട് കിട്ടണം ഇന്ന സ്ഥാനാർത്ഥിക്ക്. വിജയിക്കാൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ ഇത്ര വോട്ടിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ ലീഡർ കത്തെഴുതി കൊടുത്ത് ഇത്രയും ഒരു സ്ലിപ്പ് എഴുതി കൊടുത്തിട്ട് ഇത്രയും വോട്ട് RSSൽ നിന്ന് വാങ്ങുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ, അദ്ദേഹവുമായി അടുപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയാറുണ്ട്. അതിനപ്പുറത്തൊരു ഡീൽ കേരളത്തിൽ BJPയുമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ. എന്നാൽ പണ്ടത്തതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ BJPക്ക് കൂടിയിരിക്കുന്നു. വോട്ട് ഷെയർ കൂടുന്നു എന്നതിനർത്ഥം കൂടുതൽ വോട്ട് അവരുടെ കയ്യിലുള്ളതുകൊണ്ട് കൂടുതൽ കച്ചവടം നടക്കുമെന്നല്ല. യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിലെ പ്രധാന പ്ലെയറായി BJP ഉയർന്നു കഴിഞ്ഞു. അവർക്ക് അത് ഓരോരോ മണ്ഡലങ്ങളിലെയും വോട്ട് ഷെയർ സംബന്ധിച്ച് ജനങ്ങളോട് ഇനി കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ഡീൽ എന്നത് അങ്ങനെ സാധ്യമല്ല. ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ സ്ഥാനാർത്ഥികളുടെ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിച്ചു കൊടുക്കുക. അപ്പുറത്ത് വിന്നബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് അല്പം താഴെ അല്പം കൂടി റേഞ്ച് കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഘടകകക്ഷികളിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം പാസ് ഓവർ ചെയ്യുക എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള ആക്ഷേപത്തിനുള്ള ഒരു പശ്ചാത്തലം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചു. അത് മുന്നണിക്കകത്തുള്ള സീറ്റ് വിഭജനത്തിൽ സംഭവിച്ചു, സ്ഥാനാർത്ഥി നിർണയത്തിലും സംഭവിച്ചു. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് UDF എടുക്കുന്നു പ്രചരണ ഘട്ടത്തിൽ എന്നേ ഈ ഘട്ടത്തിൽ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നതിൽ മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറും എന്ന് UDF നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. അത് ശരിയുമാണ്. അതിൽ ബാങ്ക് ഓൺ ചെയ്യാനാണ് അവരുടെ തീരുമാനം. അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഒരു പക്ഷേ ഈ ആരോപണത്തിന് പിന്നിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ തന്നെ മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത നമ്മളുടെ മുമ്പിലുണ്ട്. അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ വിസിബിൾ ആവുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയും അതിന് കുറച്ചുകൂടെ ആക്കം കൂട്ടുകയും ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡീൽ എന്നുള്ള ആക്ഷേപം വലിയ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പം കോൺഗ്രസ് 2019-ലും 2024-ലും ഒക്കെ വലിയ തോതിൽ വിജയിച്ചു പോകുന്നു. കാരണം മോഡി സർക്കാരിനോടും മോഡിയോടുമുള്ള കേരളത്തിലെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു മൈൻഡാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതേ കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് പ്രതിഫലിക്കുന്നില്ല. ആ വോട്ട് അങ്ങനെയല്ല വരുന്നത്. 2021-ലൊക്കെ കണക്കനുസരിച്ച് മുസ്ലിം സമൂഹത്തിലെ അടിത്തട്ടിൽ തന്നെ LDFന് അനുകൂലമായ മാറ്റമുണ്ടായി എന്നാണ്. UDFനെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യുന്ന തങ്ങൾ നിയമസഭയിലേക്ക് എത്തുമ്പോൾ തോറ്റുപോകുന്നു എന്ന സിനാരിയോ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി UDFും കോൺഗ്രസും അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരു സീനിലായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഞാനിതിനെ ഒരു പ്രചാരണ തന്ത്രം മാത്രമായേ കാണുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് സാധുവായ എന്തെങ്കിലും പിൻബലം, തെളിവ് ഹാജരാക്കപ്പെടണം. അതുണ്ടാവുന്നില്ല. അന്തരീക്ഷം ഇങ്ങനെയാണ്. ഇതിൽ ഇടതുപക്ഷവും CPM പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നേരിടുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ RSS ബന്ധത്തെക്കുറിച്ച് മുൻകാലത്തുയർന്ന ആക്ഷേപങ്ങൾ, ചില വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളോടൊക്കെ എടുത്ത നിശബ്ദമായ നിലപാട്, ഇത്തരം കാര്യങ്ങളുടെ ഒരു തുടർച്ചയിൽ കോൺഗ്രസ് ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് വിശ്വാസ്യത ഏറും എന്നുള്ളൊരു പ്രശ്നം LDFും CPMും നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടും. ഒരുപക്ഷെ ഇതിൻ്റെ എഫക്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. പക്ഷേ മുസ്ലിം മേഖലകളിൽ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമായ മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ഈ പ്രചാരണത്തിന് ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരിക്കും. അതല്ലാതെ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് അതിനുണ്ടാകുമോ? ഓവറോൾ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഈ പറയുന്ന മൈനോറിറ്റി വോട്ട് നിർണായകമായ ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരുപക്ഷെ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ പോലും കുറെ കൂടി ലോജിക്കലായി ആക്ഷേപം ഉന്നയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ കണക്കുകളിൽ കൃത്യമായ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക, ഇപ്പോൾ മഞ്ചേശ്വരം പോലെയോ കാസർഗോഡ് പോലെയോ അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോലെയോ ഒക്കെയുള്ള മണ്ഡലങ്ങളിലെ കണക്കുകൾ അവിടെ നിൽക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലിരിക്കെ ഇങ്ങനെ കാടടച്ച് 10 മണ്ഡലങ്ങൾ 15 മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ലേലം വിളി പോലെ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചീറ്റിപ്പോവും എന്നുള്ളതാണ് പ്രശ്നം. വളരെ സ്പെസിഫിക്കായി, വളരെ കൃത്യമായി, കാര്യക്ഷമമായി പഠിച്ച് ഈ ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ BJPയുടെ ഭാഗത്തിൽ കുറച്ചും കൂടെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. BJPയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാരണം വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലെല്ലാം മത്സരമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികൾക്ക് യാതൊരു തരം പ്രസക്തിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ച് വോട്ട് കുറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അതായത് ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ശക്തിയില്ലായ്മ കൊണ്ട് വോട്ട് കുറഞ്ഞാൽ പോലും
BJPയുടെ ഒരു ഗ്രോത്തിനെ അത് വലിയ തോതിൽ ബാധിക്കുന്നതായി വരും, സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ. അതെ, സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് ഗ്രോത്തിനെ വലിയ തോതിൽ ബാധിക്കുന്നതായിട്ട് വരും. പക്ഷേ അതിൽ വേറൊരു സ്ട്രാറ്റജി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്ന് 1000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, 2000 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു BJPക്ക് അല്ലെങ്കിൽ NDAക്ക്. ഇവിടെ നമ്മൾ ഈ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ റാന്നി, തൃപ്പൂണിത്തുറ, റാന്നി, അതുപോലെ ഏറ്റുമാനൂർ, ഇത്തരം മണ്ഡലങ്ങളൊക്കെ 2020 കൊടുക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള ചില മെസ്സേജസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം വെച്ചാൽ അവിടെയൊക്കെ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെയാണ് 2020 മത്സരിപ്പിക്കുന്നത്. കൊടുങ്ങല്ലൂരും അതെ. അവിടെ പ്രത്യക്ഷത്തിൽ ഗുണം ചെയ്തില്ലെങ്കിലും BJP പ്രതീക്ഷിക്കുന്ന ചില മണ്ഡലങ്ങളെങ്കിലും ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പിന്തുണ കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷ BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2300 മറ്റാണ് കണക്ക്. അതിൽ 20 പേരെ മറ്റാണ് ജയിച്ചത്. യാതൊരു ഇമ്പാക്റ്റും ഒരു തരത്തിലുള്ള റിസൾട്ടും അതുകൊണ്ടുണ്ടായില്ല. അങ്ങനെ ക്രൈസ്തവ സമൂഹം BJPയെ പിന്തുണക്കും എന്ന ആശങ്കക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ... അല്ല, ഞാൻ പറയുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് അവർ BJP അല്ലാതെ ഘടകകക്ഷികൾ വഴി ഇത്തരം കാൻഡിഡേറ്റ്സിനെ മത്സരിപ്പിച്ച് കുറേ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടാക്കുക, ഇത്തരം സ്ട്രാറ്റജിയൊക്കെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടി. അപ്പോൾ ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണോ ഈ പട്ടിക, അതോ നേരത്തെ ഇപ്പോൾ ആരോപിക്കുന്ന പോലെ കോൺഗ്രസിനെയും UDFനെയും പരാജയപ്പെടുത്തുക എന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണോ ഈ പട്ടിക എന്നുള്ളത് നമുക്ക്... ഈ 5 സീറ്റ് BJPക്ക് എന്ന് പറയുമ്പോൾ നേമം, വട്ടിയൂർക്കാവ്, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, ഈ 5 സീറ്റുകളാണല്ലോ. ഈ 5 സീറ്റുകളുടെ റിസൾട്ട് വന്ന് അത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും കളി ഈ തരത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവൂ. അവിടെ ഈ കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഡീൽ എന്ന ആക്ഷേപം വെറുതെ ഒരു ഇലക്ഷനിയറിങ്ങിൻ്റെ ഭാഗമായി അടിസ്ഥാനമില്ലാത്ത ഒരു ആക്ഷേപമായി മാത്രമേ നിൽക്കൂ. അതേസമയം ഈ മണ്ഡലങ്ങളിൽ BJP ജയിച്ചു വരികയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം വലിയ തോതിൽ വ്യത്യാസപ്പെടും. അതിന് പിന്നിൽ പല കളികളും ഉണ്ടായിരുന്നു എന്ന് ആ ഘട്ടത്തിൽ ബോധ്യമാവുകയും ചെയ്യും. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ നേമം, വട്ടിയൂർക്കാവ്, മഞ്ചേശ്വരം, ഒരു പരിധിവരെ തൃശ്ശൂർ, ഈ 4 മണ്ഡലങ്ങളിലും പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ ഒരു മാറ്റിമറിച്ചിൽ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിൻ്റെ സൂചനകളൊന്നും സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പാലക്കാടാണെങ്കിൽ അത് ഈ 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ആ ആക്ഷേപം നമുക്ക് പറയേണ്ടിയും വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂട് പിടിക്കുമ്പോൾ ഈ ഡീൽ ആക്ഷേപം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. പുതിയ മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടേക്കാം. പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറുപടി പറയാൻ CPMഉം LDFും ഒക്കെ തയ്യാറാവുകയും ചെയ്യും. മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ മറിച്ചൊരു ഡീലിനെ കുറിച്ചുള്ള ആക്ഷേപം LDFോ CPMോ ഉന്നയിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും